നാമകീർത്തനത്തിലേക്ക് സ്വാഗതം. അൻപേണമെൻ മനസ്സി ശ്രീനീലകണ്ഠഗുരു അമ്പോരുഹാക്ഷമിതി വാഴ്ത്തുന്നു ഞാനുമിഹ അമ്പത്തൊരക്ഷരവും ഓരോന്നിതൻ മൊഴിയിൽ അൻപോടു ചേർക്ക ഹരിനാരായണായ നമ. ഇതുവരെ പരിചയപ്പെട്ട ശ്ലോകങ്ങളിൽ 5 മുതൽ 13 വരെയുള്ളവ പരിശോധിച്ചാൽ ഈ ശ്ലോകങ്ങളുടെ ആദ്യാക്ഷരം ചേർത്ത് വയ്ക്കുമ്പോൾ ഹരിശ്രീ ഗണപതയെ നമ എന്ന ഗണപതി വന്ദനം കണ്ടെത്താനാകും. മലയാള ഭാഷ പഠിക്കുന്നവർക്ക് കൃത്യമായ അക്ഷരജ്ഞാനം നൽകുക എന്നതും എഴുത്തച്ഛൻ്റെ അനുബന്ധ ലക്ഷ്യമായിരുന്നു. അതുകൊണ്ട് ഹരിശ്രീ ഗണപതയെ നമ എന്ന ഗണപതി വന്ദനത്തിന് ശേഷം അദ്ദേഹം ഗുരുവന്ദനം നടത്തുന്നു. ഇനിയുള്ള ഓരോ ശ്ലോകം കൊണ്ടും സ്വരാക്ഷരങ്ങളെയും വ്യഞ്ജനാക്ഷരങ്ങളെയും ശ്ലോകാരംഭത്തിൽ വിന്യസിക്കുന്നു ആചാര്യൻ. ശ്രീനീലകണ്ഠ ഗുരു എന്ന ഗുരുവിനെ കവി വന്ദിക്കുന്നു. ഇതൊരു പക്ഷേ ശ്രീ നീലകണ്ഠനായ സാക്ഷാൽ പരമേശ്വരനെ ആദിഗുരുവിനെ വന്ദിക്കുന്നതും ആകാം. പുതിയൊരു ഭാഷയെ ക്രമപ്പെടുത്തിയെടുക്കുക എന്ന ഭഗീരഥ യത്നത്തിൽ തനിക്ക് ഗുരുകൃപ വേണ്ടുവോളം വേണം. അതിനാൽ എൻ മനസ്സിൽ അൻപുണ്ടാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ അമ്പോരുഹാക്ഷനെ, താമരക്കണ്ണനായ ഭഗവാനെ, ഹരിയെ സ്തുതിക്കാൻ ഒരുമ്പെടുകയാണ്. 51 അക്ഷരങ്ങളാണ് ഇതിനു വേണ്ടത്. ഈ അക്ഷരങ്ങൾ ഉപയോഗിച്ച് അർത്ഥപൂർണമായി കർമ്മത്തിലേർപ്പെടാൻ ഓരോ അക്ഷരവും എൻ്റെ മൊഴിയിൽ അൻപോടെ അഴകോടെ വിരിയാൻ ഗുരുകാരുണ്യം അനിവാര്യമാണ്. അധ്യാത്മരാമായണത്തിൻ്റെ ആരംഭത്തിലും ആചാര്യൻ ഇപ്രകാരം ഒരു പ്രാർത്ഥന നടത്തുന്നുണ്ട്. വാണിയിടുക നാരദം എന്നുട നാവു തന്മേൽ വാണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ എന്ന്. ഭാഷയിൽ 16 സ്വരങ്ങളും 35 വ്യഞ്ജനങ്ങളുമാണ് തുഞ്ചത്താചാര്യൻ ഘടിപ്പിച്ചിട്ടുള്ളത്. ഓരോന്നും ക്രമാനുഗതമായി ഓരോ പദ്യത്തിലും ചേർത്തിരിക്കുന്നു. ഇവിടെ മലയാള ഭാഷയ്ക്ക് നിയതമായ ഒരു ഘടന ഇപ്രകാരം സൃഷ്ടിച്ചത് എഴുത്തച്ഛനാണ്. അതുകൊണ്ട് കൂടിയാണ് എഴുത്തച്ഛൻ ഭാഷാപിതാവായത്. ഇവിടെ ഗുരുവിനെ കൂടാതെ പതിവ് പോലെ പരമാത്മാവായ ഹരിനാരായണനെ കൂടി ഈ ശ്ലോകത്തിൽ വന്ദിക്കുന്നു. എന്തിനാണിങ്ങനെ അക്ഷരക്രമത്തിൽ ഒരു കീർത്തന രചനയ്ക്ക് അദ്ദേഹം ഒരുമ്പെട്ടത്? അതിനുള്ള മറുപടിയാണ് അടുത്ത ശ്ലോകം.